നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വിശാഖം ജന്മനക്ഷത്രത്തെക്കുറിച്ചും അവരുടെ ആരോഗ്യം, കുടുംബബന്ധം, കരിയർ എന്നിവയെക്കുറിച്ചും ആഴത്തിലുള്ള വിശകലനമാണ്. വിശാഖമാണ് നിങ്ങളുടെ ജന്മനക്ഷത്രമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നക്ഷത്രവിരചിതമായ ആകാശസീമയിലെ വിസ്മയകരമായൊരു പാതയാണ് വിശാഖം. 27 നക്ഷത്രങ്ങളുടെ ഭ്രമണപഥത്തിൽ 16ാമനായി ഉദിച്ചു നിൽക്കുന്ന വിശാഖം കേവലം ഒരു ജന്മനക്ഷത്രം മാത്രമല്ല, മറിച്ച് അതൊരു പോരാട്ടത്തിന്റെയും പരിവർത്തനത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന ഇതിഹാസമാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ജ്യോതിഷ ചിന്തകൾക്കുമപ്പുറം ആരും അധികം ചർച്ച ചെയ്യാത്ത നിഗൂഢതകളുടെയും കാണാപ്പുറങ്ങളുടെയും ഒരു വലിയ ലോകം വിശാഖം നക്ഷത്രക്കാർക്കുണ്ട്. എന്തുകൊണ്ടാണ് വിശാഖം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്? അവരുടെ ഉള്ളിലെ അടങ്ങാത്ത വാശിയും ലക്ഷ്യബോധവും എവിടെ നിന്ന് വരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരാത്മീയ യാത്രയാണ് ഈ വീഡിയോ. ഇന്ദ്രാഗ്നികളുടെ സ്വാധീനം. ഭാരതീയ സങ്കല്പമനുസരിച്ച് ഇന്ദ്രാഗ്നികൾ ദേവതയായുള്ള ഏക നക്ഷത്രമാണ് വിശാഖം. സർവ്വതിനെയും ദഹിപ്പിച്ചു ശുദ്ധീകരിക്കുന്ന അഗ്നിദേവന്റെ വീര്യവും ഒരേപോലെ സംഗമിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്. ഇതുകൊണ്ട് തന്നെയാകാം വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു അഗ്നിപരീക്ഷ പോലെ പലപ്പോഴും കടുപ്പമേറിയതാകുന്നത്. അതിനാൽ ആ അഗ്നിയിൽ വെന്തുരുകി അവർ പുറത്തുവരുന്നത് തിളക്കമാർന്ന തങ്കം പോലെയാണ്. മറ്റുള്ളവർ തളർന്നുപോകുന്ന ഇടങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത, ലക്ഷ്യത്തിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും കണ്ണെറിയാത്ത സിംഗിൾ മൈൻഡഡായ മനുഷ്യരുടെ നക്ഷത്രമാണിത്. വ്യക്തിത്വവും അടയാളങ്ങളും. വിശാഖം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സവിശേഷമാണ്. ശാഖകളില്ലാത്തതെന്നും 2 ശാഖകളിലായി പിരിഞ്ഞതെന്നും ഇതിന് അർത്ഥതലങ്ങളുണ്ട്. തുലാം രാശിയുടെ തുലാവും വൃശ്ചികം രാശിയുടെ തേളും ഒരുപോലെ ഈ നക്ഷത്രത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്വം ഒരു കടങ്കഥയാണ്. ഒരു വശത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ശാന്ത സ്വഭാവം, മറുവശത്ത് ലക്ഷ്യം നേടാനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പോരാട്ടവീര്യം. ഈ വൈരുദ്ധ്യമാണ് വിശാഖം നക്ഷത്രക്കാരെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത്. പലപ്പോഴും വിശാഖം നക്ഷത്രക്കാരെ ലോകം തെറ്റിദ്ധരിക്കാറുണ്ട്. അവരുടെ കഠിനമായ വാക്കുകൾക്കും കർക്കശമായ തീരുമാനങ്ങൾക്കും പിന്നിൽ നന്മയുടെയും കരുണയുടെയും ഉറവുകളുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നില്ല. പുരാതന കാലത്ത് രാധ എന്നറിയപ്പെട്ടിരുന്ന ഈ നക്ഷത്രം പ്രണയത്തിന്റെയും ആരാധനയുടെയും കൂടി പ്രതീകമാണ്. ലൗകികമായ വിജയങ്ങൾക്കായി ഇവർ അലയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ വലിയ സത്യം തേടുന്ന ഒരാത്മീയ സഞ്ചാരി കൂടി ഇവരിലുണ്ട്. ജീവിതത്തിലെ വഴിത്തിരിവുകൾ. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഷ്ടപ്പാടുകളുടെ കയ്പുനീർ കുടിച്ചു വളരുന്ന ഇവർ ജീവിതത്തിന്റെ 2ാം പകുതിയിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നടന്നുകയറുന്നതെങ്ങനെയെന്ന് ഇന്നും ഒരത്ഭുതമാണ്. ലേറ്റ് ബ്ലൂമേഴ്സ് എന്നിവരെ വിളിക്കാം. പണ്ട് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം പിൽക്കാലത്ത് പലിശ സഹിതം ഇവർക്ക് ലഭിക്കും. കുടുംബവും കരിയറും. കുടുംബം സ്നേഹിക്കുന്നത് വളരെ തീവ്രമായിട്ടായിരിക്കും. എന്നാൽ പങ്കാളി തന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്ന ആഗ്രഹം ഇവർക്കുണ്ടാകാം. മക്കൾക്കായി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും. കരിയർ. ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും തിളങ്ങാൻ പ്രത്യേക കഴിവുണ്ട്. റിയൽ എസ്റ്റേറ്റ്, നിയമം, അധ്യാപനം, ഗവേഷണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. ആരോഗ്യശ്രദ്ധ. സാധാരണയായി ആരോഗ്യവാനാണെങ്കിലും വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ സൂക്ഷിക്കണം. ദേഷ്യം കൂടുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും യോഗയും ഇവർക്ക് അത്യാവശ്യമാണ്. വിശാഖം നക്ഷത്രമെന്നത് വിജയത്തിലേക്കുള്ള ഒരു കഠിനമായ പാതയാണ്. അധികാരവും ആത്മീയതയും അഗ്നിയും തണുപ്പും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ ഊർജ്ജരൂപങ്ങളിൽ ഒന്നാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രക്ഷേത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മനക്ഷത്രക്ഷേത്രമായി അറിയപ്പെടുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തവും ശ്രേഷ്ഠവുമായ ശൈവ ആരാധനാ കേന്ദ്രമാണ്. ഏതു ദിവസം വന്നാലും ഏറ്റുമാനൂർ ദർശനം പുണ്യം നൽകുന്നതാണ്. എന്നാൽ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലും മലയാള മാസത്തിലെ എല്ലാ 1-ാം തീയതികളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നത്. അഷ്ടമി രോഹിണി, തിരുവോണം, ആട്ടത്തിരുനാൾ, മകരസംക്രമം, ശിവരാത്രി, വിഷു സംക്രമം തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിലും ഇവിടെ വിശ്വാസികൾ എത്തുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കെടാവിളക്ക് ഭഗവാൻ കൊളുത്തിയതാണെന്നാണ് വിശ്വാസം.
അന്ന് കൊളുത്തിയ വിളക്ക് ഇന്ന് വരെ അണഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. തുടർച്ചയായ 12 ദിവസം ക്ഷേത്രത്തിൽ നിർമ്മാല്യം ദർശിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ കാണിക്ക സമർപ്പണത്തിനും പ്രത്യേകതയുണ്ട്. ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്ക അർപ്പിക്കുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി എഴുതുമല്ലോ. കൂടാതെ മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. നന്ദി.